ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ കുത്തി പൊട്ടിച്ചോളൂ, ബെല്ലൈക്കണും കൂടി അടിക്കണം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ മറ്റേ പുതിയ സിറ്റിയിലാണ്. നമ്മൾ ഈ സിറ്റിയിൽ നമ്മളൊരു ബൈക്ക് നമുക്ക് ബെന്നിക്കുട്ടൻ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബൈക്ക് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വാങ്ങണം. വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ സിറ്റിയിലോട്ടൊന്നും കൊണ്ടുപോയില്ല. ഈ ബൈക്ക് നമ്മൾക്ക് പിന്നെ ഈ സിറ്റി വരുമ്പോൾ ബെന്നിക്കുട്ടൻ ഈ ബൈക്ക് ഇവിടെ തന്നെ ഇട്ടേക്കും. ഈ മാൻഷനൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇന്നലെ നമുക്ക് ബെന്നിക്കുട്ടൻ തന്ന വണ്ടി എല്ലാം ബെന്നിക്കുട്ടൻ തന്നെ എടുത്തുണ്ട്. 2 പുതിയ വണ്ടി കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഇന്നോവ നമ്മൾ വാങ്ങിച്ചതാണ് കേസ്. ഇന്നലെ ഒരു ജീപ്പ് കോമ്പസ് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബെന്നിക്കുട്ടൻ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വാങ്ങൂല കേസ്. അത് നമ്മളിവിടെ തന്നെ ഇട്ടേക്കും എന്ന് പറഞ്ഞാൽ അത് വാങ്ങൂല. അത് ബെന്നിക്കുട്ടൻ്റെ കൂട്ടുകാരനെ അതാണ് നമ്മൾ വാങ്ങൂല. അത് അവൻ്റെ തന്നെ കൊടുത്തേക്കും. നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ്റെ എടുത്തുകൊണ്ട് വന്നാലും പോരെ കേസ്. വെറുതെ പൈസ കളയുന്നതിനാ ഈ KTM. ഇത് നമുക്ക് നമ്മൾ ഈ സിറ്റിയിലോട്ട് വന്നപ്പോൾ നമ്മളെ ബെന്നിക്കുട്ടൻ സിറ്റിയിലെ പ്രസിഡൻറ്റ് ഗിഫ്റ്റ് തന്നേന് കേസ്. കാരണം ഈ മറ്റേ ഈ പ്രസിഡൻറ്റിൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അതായത് നമ്മളെ ഉദ്ഘാടനത്തിന്, നമ്മളെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ഈ സിറ്റിയിലെ പ്രസിഡൻറ്റ് വന്നായിരുന്നു. ഇതിലാണ് ഞാൻ ഈ സിറ്റിയിൽ ഇപ്പോൾ വന്നിട്ട് പോസ്റ്റിലാക്കൊണ്ട് വണ്ടി ഇടിച്ചാലും എനിക്കൊരു പോലീസൊന്നും വരാത്ത. പ്രസിഡൻറ്റിനെ അറിയാവുന്ന ആളെ ആ പ്രസിഡൻറ്റിന് നമ്മളൊരു ബൈക്ക് കൊടുത്തിരുന്നു. ഒരു R15ഉം പിന്നെ കുറച്ച് ബൈക്ക് കൊടുത്തിരുന്നു. ഒരു R15, ഒരു നിഞ്ച H2R, ഒരു ഹയാബൂസയും ഒരു ഡ്യൂക്ക് 390 ആയിരുന്നു കൊടുത്തിരുന്നത്. അഞ്ഞാർക്ക് ഇത്രയും വണ്ടി കൊടുത്ത്. സ്വന്തം സിറ്റി പ്രസിഡൻറ്റിന് കൊടുക്കാത്ത വണ്ടിയാണ് ഇഞ്ഞാർക്ക് കൊടുത്തത്. വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു കേസ് അതിന്. നമ്മൾ ഈ സിറ്റിയിൽ വന്നാൽ പിന്നെ മെയിൻ ആളിൽ പ്രസിഡൻ്റ് കയ്യിൻ്റെ വെള്ളയിൽ നമ്മളാക്കിയെടുത്തില്ലേ ഈ ജീപ്പ് കോമ്പസ്. ഇത് നമുക്ക് ബെന്നിയുടെ കൂട്ടുകാരൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ബെന്നി എപ്പോഴും നമുക്ക് ഈ വണ്ടി തരില്ല. ചിലപ്പോൾ നാളെ വന്ന് എടുത്തുകൊണ്ട് പോകും എൻ്റെ കൂട്ടുകാരൻ. നമ്മൾ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഈ വണ്ടി തരും. ഇനി ജസ്റ്റ് ഒന്ന് ഇടിച്ചു അണ്ടസ്. ഓ ഗൈസ്, എന്തൊരു പറ്റി. ഗൈസ്, നമ്മളെ ബെന്നിക്കുട്ടൻ്റെ ജീപ്പ് കോമ്പസ് നല്ല വണ്ടിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ കൺട്രോളിങ് ഒക്കെ കൊള്ളാം ഗൈസ്. ഇന്നോവ നമ്മൾ ഈ സിറ്റിയിൽ വരുന്നതിന് മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന കേസ്. ഇന്നലെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇത് ബെന്നിക്കുട്ടൻ ചെറിയ വർക്കുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നോവയുടെ അല്ല, വേറെ കുറേ വണ്ടികളൊക്കെ ബെന്നിക്കുട്ടൻ്റെ ഷോറൂമിലുണ്ടല്ലോ. ഇത് ബെന്നിക്കുട്ടൻ. അപ്പം നമുക്ക് ഈ വണ്ടി ബെന്നിക്കുട്ടൻ്റെ കൂട്ടുകാരൻ്റെ പറയാൻ മറന്നു. നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഇത്തിരി ഡിലേ ആയി. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഇൻറ്റീരിയർ നിങ്ങളൊന്ന് നോക്കണേ. ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ നല്ല വെളിച്ചത്തിയെല്ലാം കാണും. എക്സ്റ്റീരിയറിൽ നോക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് പൊളി വണ്ടിയാണ്. ഞാൻ പണ്ടേ ബുക്ക് ചെയ്ത്. നമ്മൾ ഏത് സിറ്റിയിൽ പോയാലും ആ സിറ്റിയിൽ നമുക്കൊരു ഇന്നോവ കാണും. അത് നമ്മളൊരു പ്രത്യേകതയാണ്. ഈ ഇന്നോവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. അല്ല കേസ്, നമ്മൾ കഴിഞ്ഞ സിറ്റിയിൽ വെച്ചൊരു ഇന്നോവയുടെ വീഡിയോ കാണിച്ചിരുന്നു. ആ ഇന്നോവ നമ്മൾ ഈ സിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ സിറ്റിയിലോട്ട് ഇന്നോവ കൊണ്ടുപോയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആൾക്കാരൊന്ന് ഇന്നോവ ഉണ്ടോയെന്ന് നോക്കും. ലാസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് എൻ്റെ പൈസ മൊത്തം വന്നിരിക്കും. പക്ഷെ ഇന്നോവ നമുക്ക് ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ പറ്റും. നമ്മളെ സിറ്റിയിലോട്ട് ഇന്നോവ കൊണ്ടുവരുന്ന ഇതല്ല കേസ്, പന്തിയല്ലേ.
നമ്മളെ സിറ്റിയിൽ ഇന്നോവ കൊണ്ടുവരുന്ന ഒട്ടും ശരിയാണ്. നമ്മളെ സിറ്റിയിലേക്ക് ഇന്നോവ കൊണ്ടുപോയാൽ പിന്നെ നാട്ടുകാർ ഓടി മാറ്റി ഇന്നോവയിൽ നടക്കും. നമ്മളെ സിറ്റിയിലോട്ട് ഇന്നോവ അല്ലെങ്കിലും കൊണ്ടുപോകേണ്ട വലിയ വണ്ടിയാണെന്നുകൊണ്ട് എല്ലാവരും ഇടിച്ചും മറിച്ച് ഷോറൂമിൻ്റെ കഥക് വരെ ഇടിച്ചു വിളിക്കും ഇന്നോവ. നമുക്ക് വരെ കൺട്രോൾ ചെയ്യാനൊക്കെ അത്യാവശ്യം പാടുള്ള വണ്ടിയാണ് ഇന്നോവ. നല്ല കൺട്രോൾ കിട്ടി എന്നാൽ പിന്നെ കൺട്രോൾ ചെയ്യാം ഗൈസ്. പിന്നെ സൂപ്പറായിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മളൊരു വെർണയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഇന്നലെ. നല്ല ബെന്നിക്കുട്ടൻ നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെൽട്ടോസും ഉണ്ടെന്ന്. സെൽട്ടോസ് പൊളിയായിരുന്നു. ഓടിച്ച് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെൽട്ടോസ് നമ്മൾ മിക്കൊന്നും ചെയ്തില്ല. അത് ബെന്നിക്കുട്ടൻ്റെ കൂട്ടുകാരൻ്റെ ബെന്നിക്കുട്ടൻ നമ്മളതിൽ പറഞ്ഞു. ബെന്നിക്കുട്ടൻ്റെ വീഡിയോയിൽ ബെന്നിക്കുട്ടാണെന്നില്ല. ബെന്നിക്കുട്ടനെ കുട്ടനെ വിളിച്ച് ബെന്നിക്കുട്ടൻ്റെ കൂട്ടുകാരൊക്കെ കുട്ടൂസാന്നൊക്കെയാണ് കേസ് വിളിക്കണത്. അതുകൊണ്ട് കേസ് നമ്മൾ ഇന്നതിൽ ബെന്നിക്കുട്ടനെ ബെന്നിന്നായിരിക്കും വിളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ബെന്നിക്കുട്ടാന്ന് വിളിച്ച് ശീലിച്ചു. ഇനിയിപ്പോൾ ബെന്നിന്ന് വിളിക്കാം. നമ്മളെ ബെന്നി അണ്ണൻ അതിനിടയ്ക്ക് കൂടാം. ബെന്നിക്കുട്ടൻ മതി. ബെന്നിക്കുട്ട തന്നെ കേൾക്കാൻ വേണ്ടി ചെയ്യില്ല. ഇന്നലെ നമ്മൾ ആ സ്കൂട്ടർ ഓടിച്ച് നല്ല ബാലൻസ് ആക്കി. നമ്മളെ ബെന്നിക്കുട്ടൻ നമ്മളത് ഓടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞതാണ് ഈ സ്കൂട്ടർ. ബെന്നിക്കുട്ടന് നമ്മൾ റിവെഞ്ച് എടുക്കും. ഈ സ്കൂട്ടർ ആയിട്ട് റൗണ്ട് ഓടിച്ചിട്ട് നമുക്ക് വീഡിയോ നടത്താം ഗൈസ്. ഈ സിറ്റിയിലെ പേര് ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് GTI എന്നാണ്. GTIV അങ്ങനെയാണ് സിറ്റിയുടെ പേര് എന്നൊക്കെ പറയുന്നത്. പൊളി സിറ്റിയാണ് ഗൈസ്. സ്കൂട്ടറൊക്കെ നമ്മൾ ഓടിക്കാൻ പഠിച്ച് ഗൈസ്. ബെന്നിക്കുട്ടൻ നമ്മളെ കളിയാക്കരുത്. പഴയ സ്കൂട്ടറൊന്നും ഓടിക്കാൻ അറിഞ്ഞൂടെന്ന് ഗൈസ്. നമ്മളവിടെ ആക്റ്റീവ് ഓടിക്കണത് തന്നെയാണ് ഞാൻ. എൻ്റെ അടുത്ത് ബെന്നിക്കുട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിന് 250 120 സ്പീഡ്. നമ്മളാ ആക്റ്റീവയ്ക്ക് 120 സ്പീഡ്. സാരില്ല ബെന്നിക്കുട്ടൻ, പാവം ബെന്നിക്കുട്ടൻ അറിഞ്ഞൂടായിരുന്നു ഞാൻ ആരാണെന്ന്. നമ്മൾ ഈ ഒരു ഡ്യൂക്ക് നമ്മൾ അടിച്ച് കാണിച്ചില്ലല്ലേ. ഇതാണ് നമ്മളെ ഡ്യൂക്കിൻ്റെ പെർഫോമൻസ് കാണിച്ചില്ല. തൊട്ടാല സ്പീഡിന് കയറും വണ്ടി. എനിക്കിഷ്ടപ്പെട്ട നല്ല പെർഫോമൻസ് തരുന്ന വണ്ടിയാണ് പറഞ്ഞ് നാക്കെടുത്തില്ല. ബെന്നിക്കുട്ടാ പൈസ ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചു തരാടാ. അപ്പോൾ ഗേസ് ബെന്നിക്കുട്ടൻ്റെ നല്ല ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബെന്നിക്കുട്ടൻ ഈ ബിൽഡിങ്ങൊക്കെ ഒന്നാക്കി തൊട്ടോ കാട്ട്. തല പിടിച്ചടിക്കാൻ പറ്റുമോ? തല പിടിച്ചടിച്ചാൽ നല്ല വേദന എടുക്കും ഗേസ്. ബെന്നിക്കുട്ടൻ തല പിടിച്ച് ഒരൊറ്റ അടി അടിക്കുന്ന പേരിൽ അത് ബെന്നിക്കുട്ടൻ്റെ ശീലമാണ് ഗേസ്. ബൈ ഗേസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഗേസ്. തലയ്ക്ക് അടി കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടിട്ട് വേണം തലയ്ക്ക് അടി കിട്ടാൻ. അത് ദൂരെ ഒരാൾ ഓടി വരുന്നതിലേ കാണുന്നത്. സൂക്ഷിച്ച് നോക്കട്ടെ. അങ്ങോട്ട് നോക്കാം ഗേസ്. നമ്മളെ ബെന്നിക്കുട്ടൻ ഓടിത്തള്ളിക്കൊണ്ട് വരുന്നുണ്ട് ഗേസ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ്. ബെന്നിക്കുട്ടൻ ഇപ്പോൾ ഓടി വന്ന് അടിച്ചു ഗേസ്. നിങ്ങൾക്ക് കാണാനുള്ള കെൽപ്പില്ലല്ലോ. ബൈ ഗേസ്.